കൊല്ലം കുണ്ട്രയില ഒരു യുവാവ് മരിച്ചതിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് സിയാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പോലീസിന്റെ മർദ്ദനമേറ്റ് 40ാമത്തെ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുക ചെയ്തത്. 40ാമത്തെ ദിവസം. നേരത്തെ അയാൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, അത്യാവശ്യം അസുഖമുള്ളൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെയാണ് പോലീസുകാരും അതും ഒരു തെളിവ് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി എടുത്തിട്ട് ചാമ്പി. അതായത് സ്റ്റേഷനിലല്ല, പോകുന്ന വഴിക്കിട്ട് അടിക്കുകയും ചെയ്തത് നാറി. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്ന ഒരു വോയിസ് ഉണ്ട്, അതാണ് ഞാൻ തുടക്കം വെച്ചത്. അന്നേരം ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. സംഭവം വേറെ ഒന്നുമല്ല, അയൽവാസിയായിട്ടുള്ള ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ഇയാളെ. അപ്പോൾ 15 വയസ്സുള്ള വിഷ്ണുവിന് ഒരു മകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ 13 വയസ്സായിട്ടൊരു ഒരു മോനുമുണ്ട്. ഈ 15 വയസ്സുള്ള കൊച്ചൊരു പയ്യനുമായിട്ട് സംസാരിക്കാൻ കണ്ട് ചെയ്ത് ഈ പറയുന്ന സിയാദ് പിടിച്ചിട്ട് ചോദിക്കാൻ കണ്ട് ചെയ്ത് മോളെ വീട്ടിൽ പോകും. അറിയാലോ, തൊട്ടയലത്തെ കൂട്ടുകാരൻ്റെ ഒരു മോളാവുമ്പോൾ ചിലപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വഴക്ക് പറയാം, തിരിച്ച് വീഡിയോ ഇടുക. ആ പയ്യനാണെങ്കിൽ കൊച്ചിന് നല്ല രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ പെൺകൊച്ചും, അതായത് വിഷ്ണുവിൻ്റെ മകളും അനിയനും കൂടെ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആയപ്പോഴത്തേക്ക് അനിയനും അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഈ കൊച്ച് ഇയാളുടെ പേരാണ് പറയാൻ വേണ്ടി ചെയ്ത്, സിയാദിൻ്റെ പേര് സംസാരിക്കാൻ വേണ്ടി ചെയ്ത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് വിഷ്ണുവും ഈ പറയുന്ന കൊച്ചും കൂടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവൻ്റെ പേര് കംപ്ലയിൻറ്റ് ചെയ്തു. സിയാദിൻ്റെ പേര് കൊണ്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ പോലീസ് വന്ന് വിളിച്ചുകൊണ്ട് പോയി എടുത്തിട്ട് അങ്ങ് ചാമ്പി. അവിടെ ചെന്നതിന് ശേഷം ചോദിക്കുകയൊക്കെ ചെയ്ത്. അപ്പം ഈ സിയാദ് തന്നെ കൊച്ചിനോടും ചോദിക്കുകയൊക്കെ ചെയ്ത്, മാമ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു, 16ാം തീയതി അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് 17ാം തീയതി അങ്ങോട്ട് വിടുവാൻ കണ്ടാ ചെയ്തെന്ന് അവർ പറയുകയൊക്കെ ചെയ്യുന്നത്. വല്ലതും ചെയ്തെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കൊച്ച് അവിടെ വെച്ചും എന്താ പറയണ്ട, അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതി പറയുകയൊക്കെ ചെയ്തപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായി, ഇവൻ നിരപരാധിയാന്നുള്ള രീതിയിലാണ്. പക്ഷെ അടിച്ചടി ഇതുപോലുള്ള കുറേ ഗുണ്ടകൾ, ചെറ്റകൾ, പരമനാറികൾ, എന്താ പറയണ്ട. എനിക്ക് നല്ല നന്ദക്കൊക്കെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിന് ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷയം പരമാവധി ആൾക്കാർ ഷെയർ ഒന്ന് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നവർ പ്രത്യേകം ഇപ്പം തന്നെ ഷെയർ ചെയ്തേക്കണം. ഇപ്പം തന്നെ നിങ്ങളങ്ങ് ഷെയർ ചെയ്തേക്കണം. ഇതുപോലുള്ള പോലീസുകാർ ഇപ്പോഴും ആ ലോക്കപ്പിലിട്ട് ഇടിക്കുക, ചതക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു പാർട്ടിക്കാരനെ എടുത്തിട്ട് അടിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഓരോ കാര്യങ്ങൾ ഇവന്മാർ ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളാണെങ്കിൽ പോലും കേസ് തെളിയിക്കണം. ഒരു നിരപരാധിയെ കൊണ്ടുപോയിട്ട് ഇടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു ജീവനാ പോയ ഒരു പെൺകൊച്ചാണ് വിളിച്ചിട്ട് നിന്നോടൊക്കെ സംസാരിച്ചത്. ഇതാണ് ഇവന്മാർക്കൊന്നും റെസ്പെക്ട് പോലും കൊടുക്കാത്തത്. നിങ്ങളെപ്പോലെ ഒരു കേരളത്തിലൊരു 10-30% ഇതുപോലത്തെ ക്രിമിനൽ പോലീസുകാർ അങ്ങനെ തന്നെ വിളിച്ച് പറയണം ഇവന്മാരെയൊക്കെ. ഒരു നാണവും മാനും ഒരു ഉളുപ്പും ഇല്ലടാ നിനക്കൊക്കെ എന്ന് ആലോചിച്ച് പോകുന്നത്. ആ കുഞ്ഞിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കണമായിരുന്നു. ഒരു നിരപരാധിയാണ്, അയാൾക്ക് വയ്യ. ആ കൊച്ചു അന്നേ പറഞ്ഞതാ അച്ഛന് വയ്യ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഡോക്ടറിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈഫിനോടും വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തായാലും ഞാൻ ആ ന്യൂസ് ഒന്ന് വെച്ചുതരാം, നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾക്കത് മരിച്ചതിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം. വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയിൽ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് കഴിഞ്ഞ ദിവസം മരിച്ചു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരിച്ച സിയാദിന്റെ മകളും പോലീസുകാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ആദ്യം ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ വിളിച്ചോണ്ട് വന്നു, പാർവതി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേ അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. എന്താ കാര്യം അറിയത്തില്ലടാ, നിനക്കൊന്നും അറിയത്തില്ല. കാരണം നിന്റെ ഏതെങ്കിലും മക്കൾ ഇതുപോലെ എൻ്റെ അച്ഛനെ തല്ലിയെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ നിന്റെ ഭാര്യ കേൾക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് നീ ഒന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിന്റെ ഭാര്യയോട് ഒന്ന് ചോദിച്ചാൽ മതി. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. കാരണമേ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കേട്ട് നോക്കണം. പറയാൻ മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്റെ മകളാണ് ഇത് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. മറ്റുള്ളവരുടെ മനസ്സിലാക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനും പഠിച്ചാലേ വല്ലൊക്കെ ഗുണം ഉണ്ടാകത്തുള്ളൂ. അതങ്ങനെ ക്രിമിനൽ മൈൻഡ് മാത്രമല്ലേ. മനുഷ്യനെ കാണുന്നതെല്ലാം ക്രിമിനലായിട്ട് നോക്കുന്ന നിന്നെപ്പോലുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തൊക്കെ പറയുന്നത് പോലും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. സത്യം പറയാലോ, നല്ലൊരു വിഷമം വരുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് അങ്ങ് എടുക്കും. അതാണ് എൻ്റെ വായിന്നൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കൺട്രോൾ ഇല്ലാതെ സംസാരിക്കും. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്ത് സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. ഇവനെ പോലുള്ള നാളുകൾക്കൊന്നും കാണത്തില്ല മോളെ. അല്ലാതെ ഇപ്പം എന്തിനാ? അത് മാത്രമല്ല, വേറൊരു ന്യൂസും കൂടെ ഞാൻ വെച്ച് തരാം. പോലീസുകാർ പിന്നെ ഇതൊക്കെ ചെയ്താൽ സമ്മതിക്കൂ. പോലീസ് പറയുന്നത്
സിയാദിനെ 14-ാം തീയതി കസ്റ്റഡിയിൽ എടുത്തുള്ളത് ശരിയാണ്. 17-ാം തീയതി പുലർച്ചെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ കാണാതായ വിദ്യാർത്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ സിയാദിനെ വിട്ടയക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ഉണ്ടായത്. മർദ്ദനമോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സിയാദിന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ന്യൂമോണിയ അടക്കമുള്ള കാര്യങ്ങൾ, മഞ്ഞപ്പത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം തന്നെ വരേണ്ടതുണ്ട്. ജൂൺ 16-ാം തീയതി നടന്ന സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത്. 40 ദിവസത്തിൽ ഏറെ ആയിരിക്കുന്ന ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമായിരിക്കും സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. നിലവിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തി 40 ദിവസത്തിന് ശേഷം മരണമടഞ്ഞു എന്നതാണ് ഈ കുണ്ടയിലെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ആള് മാറി എന്നെ അടിച്ചുമ്പോന്ന് പറഞ്ഞു പോലീസ്. എത്രയും വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ അവരുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഉള്ള കാര്യം തുറന്നു പറയല്ലോ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമ്മളൊക്കെ ഈ ചെറുപ്രായത്തിലൊക്കെ രാഷ്ട്രീയം അത് ഇത് കൊച്ചു കൊച്ചു വഴക്ക് കാര്യങ്ങളൊക്കെ പോകും. കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി, നമ്മളെവിടെയെങ്കിലും പോയി ജയിലിലോ അവിടെ എവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നാളൊരു കാലത്ത് അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകാൻ നോക്കും. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒതുങ്ങിക്കൂടി. ഇപ്പം വീട്ടിലിരുന്നാണെങ്കിലും യൂട്യൂബ് വീഡിയോ ഇവിടെ നാട്ടുകാർ പറയും നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് തിന്ന് ജീവിക്കാൻ, ആരെയും കൊല്ലാനോ പിടിക്കാനോ ഒന്നും പോകുന്നൊന്നുമില്ല. ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാനും പോകുന്നില്ല. പക്ഷേ ഈ ഉമ്മയുടെ ഒരു കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര വിഷമമായിരുന്നു. പോട്ടെ. മനസ്സൊക്കെ മാറ്റിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. അവരോട് ഇട്ടേക്കും പോത്തിനെ ചോദിക്കും. ഈ പരാതികളുണ്ട്. ഞാൻ ആ പരാതിയിൽ എൻ്റെ മോൻ പഴിച്ചു പോയില്ലേട്ടോ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടർ പറഞ്ഞത് മൊത്തം പഴുപ്പായി പോയെന്ന് പറഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് 4 മണിയൊക്കെ കൊച്ചിനെ കിട്ടില്ല. കൊച്ചും വന്ന് ഇതായി കെട്ടിച്ച് കരച്ചിലായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് കൊച്ചിനടുത്ത് പറഞ്ഞു തന്നെ പറഞ്ഞു സിയാദ് മാമനെ മോനെ കാരണം ഇരിക്കുകയും ചെയ്ത് രാത്രി എന്ന് പറഞ്ഞു. അന്നേരം അത് എനിക്ക് ഇക്കാര്യം സിസ്റ്റർ എന്നെ എന്തിനായിരുന്നു ഇടിച്ചത് എന്ന് സ്റ്റേഷനകത്ത് നിന്നോണ്ടാണ് എനിക്ക് ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞു ഇക്ക വെളിയിൽ നിന്നോണ്ട് പറഞ്ഞു എന്നെ ഇടിച്ച് എന്തിനാണ് ചീറ്റ വിളിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ ചീറ്റ വിളിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ എന്തിനാ ഇടിച്ചത് എനിക്ക് അറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. എൻ്റെ ഇക്കായ കൊച്ചായി ഇടിച്ചത് തന്നെ, വേറെ ഒന്നും അറിയാം. എനിക്ക് ഒരു അസുഖം വേറെ ഒന്നും തിരിച്ചു വരുന്നു. പക്ഷേ അന്ന് വെച്ച് കേസിൻ്റെ കാര്യത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. തിരിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇപ്പം പപ്പാക്കും ഭയങ്കര പേടിയാണ്, വണ്ടിയിലൊക്കെ ഓടുന്നില്ലേ, പോലീസുകാരല്ലേ, എന്തെങ്കിലും ഒരു വിധി കഴിഞ്ഞ് ഒരു കള്ളക്കേസ് എന്നെ കൊടുക്കത്തില്ലേ, അങ്ങനെ അങ്ങനത്തെ പേടിയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മോളും വൈഫും ആണ് കേട്ടോ. അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞാണ് ഉള്ളത്. അതറിയാം, റോയ്സ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ആ കുഞ്ഞിന്റെ കൈക്ക് എന്തോ പ്രശ്നങ്ങളോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ സ്റ്റേഷനിൽ കിടന്ന് ബഹളവും ഉണ്ടാക്കി. എന്തിനാണ് ഇടിച്ചെന്നുള്ള രീതിയില. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു തെറ്റും ചെയ്യാതെ ഒരു വ്യക്തിയെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് വേണ്ടേ? ഒരു ദ്രോഹിക്കുന്നതിനൊരു പരിധി വേണ്ടേ? ഇപ്പം വന്നായിരുന്നു അതിൽ സാറ്, ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും പിന്നെ വേറെ ഒരു ഡ്രൈവറും വേറെ ആളും കൂടെ വന്നു കഴിഞ്ഞപ്പം വന്നപ്പോൾ പറഞ്ഞു സിയാദ് എന്തെന്ന് ചോദിച്ചു. സിയാദ് എന്തെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്ത് സാറേന്ന് വെച്ചാൽ പറഞ്ഞു അങ്ങനെ അങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവനെ വിളിച്ചു കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് അവൻ്റെ ഗുളിക കഴിപ്പിച്ച് തരാമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാരങ്ങ് അകത്ത് റൂമിൽ കയറി വന്ന് വിളിച്ചപ്പോഴത്തേക്ക് എണീച്ച് എന്തോ സാറേന്ന് വെച്ച് പറഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പപ്പായെ വെളിയിൽ ഇറക്കി നിർത്തിയപ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും പറയുന്നത് വയ്യാത്ത ആളാണ് എന്തിനെയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ തിരക്കിയപ്പോൾ ഒക്കെ പറയുന്നത് ഇതിപ്പോൾ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും അറിയണമെങ്കിൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ പപ്പായുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നു. ഇപ്പോൾ ഫോണൊക്കെ കൊണ്ടുപോയായിരുന്നു. അന്നേരം കോൾ വന്നിട്ട് പറഞ്ഞു എടി നീ വേഗം പാടി എന്നെ ഇവരൊക്കെ ഇടിച്ചെന്ന് പറഞ്ഞു. പോലീസുകാരനെ ഇടിച്ച് എന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറയുന്നത് എന്നൊക്കെ പറയുക ചെയ്തത്. ഇനി ഇടിക്കുമെന്ന് പറഞ്ഞു. അതും ഇപ്പോൾ ശ്രീജിത്ത് സാറ് വണ്ടി ഇട്ടാണ് ഇടിച്ചത്. അന്നേരം ആ കൊച്ചു പറഞ്ഞെന്ന് പപ്പ കേട്ടോണ്ടിരുന്നേ കൊച്ചു പറഞ്ഞെന്ന് അച്ഛനെ ഒന്നും ചെയ്യല്ലേ, ഇവനെ സിയാനെ ഇടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കേട്ട് എന്നിട്ട് അവിടെ ചെന്ന് അന്നേരം ഇവരങ്ങ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ സാർ ഞങ്ങളൊക്കെ തോനെ ചൂടായി. എന്തിനാണ് നിങ്ങളിപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നത്? അന്നേരം അമ്മ പറഞ്ഞ് രാത്രി കിടന്നിറങ്ങിയ ആളെ വിളിച്ചോണ്ട് പോയതല്ലേ, അന്നേരം എന്തോ കേസ് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. എൻ്റെ ഇക്കായ ഉറങ്ങി കിടന്ന എൻ്റെ ഇക്കായ പിടിച്ചോണ്ട് വന്ന് എന്തിനാണ് എനിക്ക് അറിയണമെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടായപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് ഇവിടെ പരാതി കിട്ടി അവരാണ് കൊണ്ടുവന്നത്. ഞാൻ എന്തോ പരാതി, ഇത്രയും നേരം കൊച്ചിനെ തിരക്കി നടന്നായിരുന്നു കുറ്റം ചെയ്തെന്ന് ചോദിച്ചു. വേറെ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് ഇവിടെ പാർവതി പരാതി വന്നിട്ടുണ്ട്, പാർവതി രാജാമ്മ കൂടെ പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എന്തുമായാലും എൻ്റെ ഇക്കായ കൊണ്ടുവന്ന് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഉദ്ദേശിക്കുകയും ചെയ്ത് കരയുകയും ചെയ്തു. അന്നേരം സ്നേഹത്തോടെ പിന്നെ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പറഞ്ഞ് അതിനിപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അവൻ ഇവിടെ ഒന്നും ചെയ്യത്തില്ല, ക്യാമറയൊക്കെ കിടക്കുക, അന്നേരം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒന്നും ചെയ്യത്തില്ല, ചെയ്താലും ഈ ക്യാമറയിലൊക്കെ പതിയത്തില്ല. പിന്നെ പണ്ടത്തെ പോലീസുകാരല്ല ഇപ്പോഴത്തെ പോലീസുകാരാണ്. ഇല്ല ആ വണ്ടി ഇട്ടാണ് ഇടിച്ചത്, കുണിച്ചെടുത്ത് ഇടിച്ചെന്ന് പറഞ്ഞു. കണക്ക് ഇവിടെ കൊണ്ടുവന്ന് അതിനുശേഷം ഒട്ടും വയ്യായിരുന്നു. പിന്നെ കിടക്കാൻ വയ്യ, ഇങ്ങനെ നിൽക്കുന്നേക്കാം, ഇങ്ങനെ നിൽക്കത്തില്ല, ചാരി കിടക്കത്തില്ല, ഉറങ്ങത്തില്ല. അത് കണക്കൊന്ന് വേദനയും വെപ്രാളവുമായിരുന്നു. അങ്ങനെ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ പോയി അവിടെ നിന്ന് എക്സ്റേയും സ്കാനിങ്ങും എല്ലാം ചെയ്തപ്പോഴത്തേക്ക് വാരിയിൽ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. നിറയെ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റിക്കർ കൊടുത്ത് എന്തോ മരുന്ന അത് വെച്ചിട്ട് പറഞ്ഞ് അത് അനക്കരുത്, ശരീരകൂടി അനക്കരുത്, സ്നേഹം ചെയ്യരുത്, ലെൻസിലോട്ടാവുമെന്ന് പറഞ്ഞു. ഒന്നാമത് അദ്ദേഹത്തിന് വയ്യ, 40 ദിവസം കഴിഞ്ഞിട്ട് മരിക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
ഇത് സത്യം പറഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ആ പോലീസുകാരനെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടണം. അവനെയൊക്കെ ഇവനൊന്നും ജയിലിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇവിടുത്തെ കുറേ നിയമങ്ങൾ മാറാനിരിപ്പുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട് ഇവിടെ മാറാനിരിപ്പുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യും. ഇനിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചെയ്യും. ഇത് പരമാവധി നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ നോക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.